വിവാദങ്ങൾ കത്തിക്കയറിയ തെക്കൻ കേരളത്തിലും പ്രവചനങ്ങൾക്ക് പിടിതരാതെയാണ് വിധിയെഴുത്ത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ദേശീയ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം വോട്ടെടുപ്പ് വൈകിയത് പലയിടത്തും നേരിയ സംഘർഷമുണ്ടാക്കിയെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു ഇന്നത്തെ പോളിംഗ് ദിനം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സംസ്ഥാനത്തെ പൊതു പോളിംഗ് പാറ്റേൺ രീതി തന്നെയായിരുന്നു തെക്കൻ കേരളത്തിലും. രാവിലെ 7 മുതൽ 10 വരെ വോട്ടർമാർ കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തി. എന്നാൽ കടുത്ത ചൂട് അനുഭവപ്പെട്ട ഉച്ചസമയത്ത് ആളുകളുടെ എണ്ണം കുറഞ്ഞു. വൈകുന്നേരത്തോടെ വീണ്ടും ആളുകൾ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.06% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇക്കുറി 66.43 കുറഞ്ഞു. കോൺഗ്രസിന് മുൻതൂക്കമുള്ള കോവളത്തും കഴിഞ്ഞ തവണ BJPക്ക് വോട്ട് ഉയർത്തിയ നേമം നിയമസഭാ മണ്ഡലത്തിലും കാര്യമായ പോളിംഗ് ഉണ്ടായി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് കാര്യമായി കുറഞ്ഞു. എന്നാൽ UDFന് കാര്യമായ സ്വാധീനമുള്ള അരുവിക്കര, കാട്ടാക്കട മേഖലകളിൽ പോളിംഗ് വർദ്ധിച്ചു. 2019 80.25 പോളിംഗ് രേഖപ്പെടുത്തിയ ആലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ 76% കുറഞ്ഞു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ് ഉയർന്ന പോളിംഗ് നടന്നത്. പോളിംഗ് ശതമാനത്തിലെ മാറ്റം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയെന്നും ജാതി സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ ഇത്തവണ പോളിംഗ് ശതമാനം 65 കടന്നില്ല. അടൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായത്. 8ഓളം കള്ളവോട്ട് പരാതികളും പത്തനംതിട്ടയിൽ ഉയർന്നു. കൊല്ലത്ത് മലയോര തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ടായപ്പോൾ നഗരമേഖലയിൽ കുറവുണ്ടായി. സ്ത്രീ വോട്ടർമാരാണ് കൊല്ലത്ത് കൂടുതലും പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അട്ടിമറികൾ പ്രതീക്ഷിച്ച മാവേലിക്കര മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 74% ഇത്തവണ അത് 65 ചുരുങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.